വിവേകിന്റെയും ആരതിയുടെയും വരവ് അത്ര നിസ്സാരമായിട്ട് കാണണ്ട. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാ അവര് വന്നിരിക്കുന്നത്. അതെങ്ങനെ അറിയും? നന്ദിനിയുടെ കയ്യിൽ ഫോണില്ല, രാജുവിന്റെ കയ്യിൽ ഫോണില്ല. പിന്നെ ഇവരെങ്ങനെ വിവരം അറിയിക്കും? അത് ശരിയാണല്ലോ. ആ, പിന്നെ വേറൊരു സാധ്യതയുണ്ട്. അതെന്താ? അങ്കിള് വിളിച്ചപ്പോ ആന്റി പറഞ്ഞത് നന്ദിനി സൂര്യയുടെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷേ നന്ദിനിയുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്നല്ലേ. നമ്മൾ പറഞ്ഞതുകൊണ്ട് അങ്കിൾ വിശ്വസിക്കണമെന്നുണ്ടോ? ചിലപ്പോ സംശയം തീർക്കാൻ വേണ്ടി വിവേകിനെ വിളിച്ചു കാണില്ലേ? അതിന്റെ ഭാഗമായി കൂടെ വിവേകിന്റെ ഈ വരവ്. ആ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ജോലി ചെയ്തപ്പം അവളെ ഞാൻ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തു. എന്റെ മമ്മി, ഡാഡിയെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? ഡാഡി ഇവിടെ ഉണ്ടായിരുന്നപ്പോ എന്താ ശീലം? നേരം വെളുത്ത ഉടനെ തുടങ്ങില്ലേ നന്ദിനി പുരാണം. അവിടെ ചെന്നിട്ട് അതൊക്കെ ആയിരിക്കും ഓർത്തിരിക്കുന്നത്. നന്ദിനി കുടുംബത്തിൽ കയറി വന്നത് ശാപമാണെന്ന് മമ്മി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാ ഡാഡി പറയുന്നത്. ഡാഡി നിങ്ങളിൽ ആരെ വിളിച്ചാലും നന്ദിനി സൂര്യയുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. നന്ദിനിയുടെ ഫോണിന്റെ കാര്യം വീണ്ടും വീണ്ടും ചോദിച്ചാൽ സൂര്യയുടെ അടുത്ത് നിന്നും ഒരു നിമിഷം പോലും മാറാതിരിക്കാൻ വേണ്ടി അവള് തന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ആ, എന്താ മമ്മി, അപ്പൊ നമ്മളോട് ഫോൺ കൊടുക്കാൻ പറയില്ലേ? ആന്റി, എത്രയും പെട്ടെന്ന് നന്ദിനെ ഇവിടെ നിറക്കുക എന്നല്ലാതെ ഇതിന് വേറെ മാർഗമൊന്നുമില്ല. ആന്റി ഒന്ന് ആലോചിച്ചു നോക്ക്. കിടന്ന കിടപ്പെന്ന് സൂര്യ എണീറ്റാലേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കും. പിന്നെ മുംബൈ എന്ന ആവശ്യം കഴിഞ്ഞ് അങ്കിള് തിരിച്ചെത്തിയ ആ വഴിയും തീർന്നു. എന്ത് ചെയ്യും മമ്മി? കൊല്ലാൻ പറ്റില്ല. അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. അവളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഡാഡിയും സൂര്യയും ഒരുപോലെ നമ്മുടെ നേർക്കിങ്ങനെ കൈ ചൂണ്ടും. പിന്നെ എന്താന്നറിയാലോ, അകത്ത് നിന്ന് അഴിയെണ്ണി കിടക്കേണ്ടി വരും നമ്മള്. തുടങ്ങി. നന്ദിനി കുന്തിനി നന്ദിനി, 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 നന്ദിനി ഇങ്ങോട്ട് വാ. നന്ദിനി എങ്ങോട്ടാ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? പറ, എന്താ നന്ദിനി എന്റെ അടുത്ത് വരാത്തത്? ഇവിടെ പറയാനുള്ളത് മുഴുവൻ നിന്നോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നന്ദിനി അവളുടെ ഇഷ്ടത്തിന് അവളുടെ വീട്ടിലേക്ക് പോയതാ. നോ, നന്ദിനി പോകത്തില്ല. നന്ദിനിയുടെ ഇഷ്ടം ഇവിടെ നിൽക്കാനാ, എന്റെ അടുത്ത് നിൽക്കാനാ. എനിക്ക് നന്ദിനോട് സംസാരിക്കണം. എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കണം. എനിക്ക് ഫോൺ തരാനല്ലേ പറഞ്ഞേ? അളിയ, ഫോൺ കിട്ടുന്ന പ്രശ്നമില്ല. അളിയൻ വെറുതെ വാശി പിടിച്ച് പട്ടിണി കിടന്ന ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ദേ, ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ദ്രജെ, അതെടുത്ത് കൊടുക്ക്. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആരെ തോൽപ്പിക്കാനാടാ നീ ഭക്ഷണം വേണ്ടെന്ന് പറയുന്നേ? സൂര്യ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നീ എന്നോട് ബഹളം വെച്ച് കേറി പോകുമ്പോഴേ എന്റെ മനസ്സ് നിന്നെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. അവള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവള് നിന്റെ അടുത്ത് നിൽക്കുന്നതിനും നിനക്ക് ഭക്ഷണം എടുത്ത് തരുന്നതിനും ഞാൻ ഒരു എതിർപ്പും പറയില്ലായിരുന്നു.
പക്ഷെ എന്ത് ചെയ്യാനാ, ഹോസ്പിറ്റലിൽ നിന്ന് നീ ആയിട്ട് ഇങ്ങോട്ട് എത്തുമ്പോ അവള് പോയിരുന്നു. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഭക്ഷണവും മരുന്നും ഒക്കെ കൃത്യമായിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് നിന്റെ ഈ അസുഖമൊക്കെ ഭേദാക്കിയിട്ട് നീ ഇറങ്ങിപ്പോയിട്ടും അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഞാനിത് വിശ്വസിക്കണോ അല്ലേ? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണോ അല്ലേ? മോനോട് സ്നേഹമുള്ള ഒരു അമ്മ മരുമകളോട് മോനെ നോക്കുന്നതിൽ പരാതിയില്ലാത്തൊരമ്മ. പത്മ മേഡം എന്തിനാ ഇതൊക്കെ പറഞ്ഞു ഉള്ള വില കളയുന്നത്? എനിക്ക് ഓർമ്മയും ബുദ്ധി ഉള്ളിടത്തോളം കാലം നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. എന്റെ ചതി എന്താണെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാ. കൊല്ലാൻ മടിയില്ലാത്ത മനസ്സും കണ്ടിട്ടുള്ളതാ. അതേടോ, എനിക്ക് ചതിക്കാനും കൊല്ലാനും ഒന്നിനും മടിയില്ല. എന്നാ നീ കേട്ടോ, നീ ഭക്ഷണം കഴിക്കണമെന്നും മരുന്ന് കഴിക്കണമെന്നും ഇവിടെ ആർക്കും നിർബന്ധമില്ല. എഴുന്നേറ്റ് നടക്കാനുള്ള പ്രാപ്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നോക്കിക്കോളും. ഇന്ദ്രജ്, ആ ഭക്ഷണം അവന് വേണമെങ്കിൽ കൊടുത്തേക്ക്. അവന് എഴുന്നേറ്റ് നടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും, അല്ലെങ്കിൽ വേണ്ട. മമ്മി ഒന്നും മിണ്ടാതിരുന്നേ. സൂര്യ, നീ ഇത് കഴിക്കേ. എടാ, തമ്മി തല്ലാനും വഴക്കിടാനും ആണെങ്കിലും ആരോഗ്യം വേണ്ടേ? നീ എന്തായാലും ഇത് കഴിക്കേ. വാ കഴിക്കേ. സൂര്യ കഴിക്കളിയാ കഴിക്കേ.